പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് എക്സാമിൽ ചോദിക്കാവുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഒരു 7 സെന്റിമീറ്റർ വരെ വരച്ച് അതിനെ 3 ഈക്വൽ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. എങ്ങനെ നോക്കാം, കൃത്യമായി മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 സാധനങ്ങൾ വേണം. ഒന്നാമത്തേതാണ് മക്കളെ സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ വേണം, ആൻഡ് നമുക്ക് എന്ത് വേണം, സ്കെയിലും വേണം. അപ്പോൾ ആദ്യം സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, 7 സെന്റിമീറ്റർ ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. യെസ്, ഈ സ്കെയിൽ എടുക്കുക, സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, 7 സെന്റിമീറ്റർ ലൈൻ നമുക്ക് അങ്ങോട്ട് വരച്ചു. യെസ്, 7 സെന്റിമീറ്റർ ലൈൻ, 7 സെന്റിമീറ്റർ ഇങ്ങനെ കറക്റ്റായിട്ട് അളന്ന് വരക്കുക. ഞാനൊന്ന് വലുതാക്കി വരക്കാം. യെസ്, നമുക്ക് ഇതിനെ ഈക്വൽ ആയിട്ടുള്ള 3 കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അപ്പോൾ 7 എന്നുള്ള നമ്പറിനെ 3 ഈക്വൽ കഷ്ണങ്ങളായി മുറിക്കാൻ കഴിയില്ല. അപ്പോൾ 7ന്റെ തൊട്ടടുത്തുള്ള ഏത് നമ്പറാണോ 3 കഷ്ണങ്ങളാക്കി മുറിക്കാൻ പറ്റും നോക്കുക. 7ന്റെ തൊട്ടടുത്ത് ആരുണ്ട്, 6 ഉണ്ട്. 6നെ ഈക്വൽ ആയിട്ട് 2 2 2 3 ഭാഗങ്ങളായിക്കൂടെ. യെസ്, അപ്പോൾ 6 എന്ന സംഖ്യ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അങ്ങോട്ട് വരക്കുക. യെസ് എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ലൈന് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വരക്കുക. കൃത്യമായിട്ട് 6 സെന്റിമീറ്റർ ലൈന് സ്കെയിൽ വെച്ചിട്ട് അങ്ങോട്ട് വരക്കുക. അപ്പോൾ നമ്മൾ എത്ര ചെരിയണമെന്നൊന്നുമില്ല കേട്ടോ, വെറുതെ അങ്ങോട്ട് വരച്ചാൽ മതി, ഒരു ചെരിവിൽ അങ്ങോട്ട് വരക്കുക. അപ്പോൾ 6 നമുക്ക് എന്ത് ചെയ്യാം, യെസ് 2 2 2 ഈക്വൽ കഷ്ണങ്ങളാക്കാം. അത് അങ്ങോട്ട് അവിടെ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യുക. 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ അങ്ങനെ 3 കഷ്ണങ്ങളാക്കി 6 സെന്റിമീറ്റർ അവിടെ വരച്ചു വെച്ചു. ഇനി ചെയ്യേണ്ടത് മക്കളെ, യെസ് ഇവിടെ എന്ത് ചെയ്യുക, ഇത് ജോയിൻ ചെയ്യുക. ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാം. യെസ്, ഇനി നമ്മൾ സെറ്റ് സ്ക്വയർ എടുത്തു. ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് സെറ്റ് സ്ക്വയർ നേരെ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുക. കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ ഈ വരയുടെ നേരെ കൊണ്ടുവന്ന് വെക്കുക. ഇങ്ങനെ വെക്കുക മക്കളെ. ഇവിടെയാണ് 90 ഡിഗ്രി കോർണർ, ഈ ഭാഗത്ത് വരുന്ന രൂപത്തിൽ വെക്കുക. എന്നിട്ടാണ് നമ്മൾ സ്കെയിൽ കൊണ്ടുവയ്ക്കേണ്ടത്. ആദ്യം ചിലവിൽ സ്കെയിൽ കൊണ്ടു വെക്കും. യെസ്, പോരാ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇനി സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, സ്കെയിൽ ഇതിന് നേരെ ഇങ്ങനെ കൃത്യമായിട്ട് ഇതിന്മേൽ കണ്ട് അടുപ്പിച്ച് വെക്കുക. റെഡി ആണല്ലോ, സെറ്റ് അല്ലേ? യെസ്. എന്നിട്ട് നമ്മൾ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കി കൊണ്ടുവന്നിട്ട് ഈ കറക്റ്റായിട്ട് 2 എന്നുള്ള പോയിന്റിൽ ആ പോയിന്റിന്റെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ അങ്ങോട്ട് ഒരു ലൈൻ കൃത്യമായിട്ട് വരക്കുക. ഇങ്ങോട്ട് ഇതാ നമ്മളൊരു ലൈൻ ഇങ്ങനെ അത് കൂടെ ഇങ്ങനെ കൃത്യമായിട്ട് വരക്കുക. റെഡി ആണല്ലോ? യെസ്. നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യുക, ആ സെറ്റ് സ്ക്വയറിനെ നീക്കി കൊണ്ടുവരിക. ഇങ്ങനെ നീക്കി ആ സ്കെയിലും കൂടെ നേരെ നീക്കി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നെക്സ്റ്റ് പോയിന്റിൽ അവിടെ വെക്കുക. അവിടെ നെക്സ്റ്റ് ലൈന് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായി വരച്ചു. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ്. ഇനിയാണ് നമ്മൾ ഇതൊന്ന് എടുത്ത് നോക്കുമ്പോൾ സെന്റിമീറ്റർ ലൈനിനെ മക്കളെ ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മുടെ 7 സെന്റിമീറ്റർ ലൈന്. ഈ 7 സെന്റിമീറ്റർ ലൈനിനെ ഈക്വൽ ആയിട്ടുള്ള 1 2 3 ഈക്വൽ 3 കഷ്ണങ്ങളായിട്ട് നമ്മൾ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മക്കളെ, ഇത് നിങ്ങൾക്ക് ചെയ്ത് വരച്ച് പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 സെന്റിമീറ്റർ ലൈനിനെ ഈക്വൽ 3 കഷ്ണങ്ങളാക്കണം. അപ്പോൾ 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഏത് സംഖ്യയാണ് നമ്മൾ തൊട്ടടുത്ത് എടുക്കേണ്ടത്, 3 ഈക്വൽ പാർട്ടാക്കാൻ പറ്റിയ തൊട്ടടുത്ത നമ്പർ ഏതാ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വേഗം വരച്ച് പഠിക്കുക. ബൈ.